Good afternoon. Good afternoon, ma'am. ജസ്റ്റ് നമുക്ക് 2 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കയറുമെന്ന് നോക്കാം. ജസ്റ്റ് ആ നോട്ട് ഒന്ന് വായിച്ചു നോക്കിയോ കേട്ടോ. അപ്പൊ പ്രിന്റഡ് നോട്ട് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ അശ്വിനി. അശ്വിനി ഓക്കെ. ഓക്കെ, നമുക്കെന്നാ സമയം കളയണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഡയറ്ററി സർവീസാ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അതിന്റെ സ്റ്റാഫിങ് വരെയും പറഞ്ഞായിരുന്നു. ഇവിടെ വരെയല്ലേ പറഞ്ഞത്? ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് സ്റ്റാഫിങ് അതിന്റെ ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കണം. ഇനി നെക്സ്റ്റ് റോൾ ഓഫ് ഡയറ്റീഷ്യൻ. റോളാണ്. അത് 4 പോയിന്റ്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങളുടെ നോട്ടില് 2 എണ്ണം. ഓക്കെ, താഴെ നെക്സ്റ്റ് പേജിലേക്ക് 3, 4 വന്നേക്കുന്നത് നോക്കാം. റോൾ ഓഫ് ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യന്റെ റോൾ എന്തൊക്കെയാണ്? അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്, രണ്ടാമത്തെ ഡയറ്റ് കൗൺസിലിംഗ്, 3 കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, 4 എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അങ്ങനെ 4 പോയിന്റ്സ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് റോൾ ഓഫ് ഡയറ്റീഷ്യൻ. ഇതൊക്കെയാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത് ഓക്കെ, ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് who are admitted in the hospital. എവിടെയാ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികൾക്ക്, പേഷ്യൻസിന് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ച്, മീൽസ് നൽകുന്നതിനെ കുറിച്ചാണ് ഈ ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ പറയുന്നത്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനുള്ള ഭക്ഷണ വിതരണം, ഭക്ഷണം കാര്യങ്ങളും ഒക്കെ അവർക്ക് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യൻസ് who are admitted in the hospital. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറയുന്നത്. It should be a balanced diet that provides sufficient calories considering the type of underlying illness, any extra nutritional needs and the normal food habits of the patient in the state. നോക്കിയേ, ഇത് എങ്ങനെയാണ് അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്? It should be a balanced diet. ഇത് സമീകൃത ആഹാരമായിരിക്കും. എല്ലാ ന്യൂട്രിയൻസിനും ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, ദാറ്റ് പ്രൊവൈഡ് സഫിഷ്യന്റ് കലോറീസ് കൺസിഡറിങ്. എന്തൊക്കെയാ അവിടെ കൺസിഡർ ചെയ്യുന്ന? ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ഇൽനെസ്, എന്ത് തരം രോഗമാണ് അത് കൺസിഡർ ചെയ്യും. അതായത് ഓരോ പേഷ്യന്റിനെയും അവിടെ കൺസിഡർ ചെയ്യും. ഓരോ പേഷ്യന്റ്, ഓരോരുത്തർക്കും അസുഖങ്ങളുടെ വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോ പേഷ്യന്റിനും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഓരോ പേഷ്യന്റിന് ഇപ്പൊ എന്ത് ഡിസീസ് ആണ് നമ്മൾ നോക്കും. അപ്പൊ ആ ഡിസീസിന്
എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കാൻ പറ്റുന്നത്, അവർക്കുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ അങ്ങനെ അതൊക്കെ കൺസിഡർ ചെയ്യും. അവിടെ ഈസ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ഇൽനെസ്, എന്ത് രോഗമാണ് എന്നുള്ളത് കൺസിഡർ ചെയ്യും. പിന്നെ അതുകൂടാതെ എനി എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ്, ഇനി അവർക്ക് എക്സ്ട്രാ അധിക ആവശ്യങ്ങൾ, പോഷകാഹാരങ്ങൾ, ഇനി എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് എന്തൊക്കെയാണ് അതും കൺസിഡർ ചെയ്യും. ആൻഡ് ദ നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൻ ദ സ്റ്റേറ്റ്, ആ സാധാരണ ആ ഒരു സ്റ്റേറ്റില് ആ പേഷ്യന്റിന് കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാളും ഇനി അധികമായിട്ട് എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് കൺസിഡർ ചെയ്യുകയും പിന്നെ അതുപോലെ എന്താണ് രോഗം, അണ്ടർലൈങ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ദ ഇൽനെസ്, എന്ത് രോഗമാണെന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തിട്ട് അതങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞ സർവീസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് സഫിഷ്യന്റ് കാലോറീസ് ഒക്കെ ഉള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയുള്ള പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ, ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഭക്ഷണ വിതരണമൊക്കെയാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് എങ്ങനെയായിരിക്കും, അത് ഷുഡ് ബി ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും, സഫിഷ്യന്റ് കാലോറീസ് ഉള്ള ഭക്ഷണമായിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ ഓരോ ഇൻഡിവിജ്വലിനെയും കൺസിഡർ ചെയ്യും, അവർക്ക് എന്താണ് രോഗം, അപ്പൊ അവരുടെ ഡിസീസ് ഏതൊക്കെയാണ്, അപ്പൊ ആ ഡിസീസിനുള്ളവർക്ക് ഏതൊക്കെ ഭക്ഷണം കഴിക്കാം, അങ്ങനെ രോഗത്തിന്റെ കാര്യം എന്തൊക്കെയാണെന്ന് നോക്കും. പിന്നെ അതുപോലെ അവരുടെ ഈ പ്രസന്റ് സ്റ്റേജിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലും ഇനി അതില് എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗിൽ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഇനി രണ്ടാമത്തെയാണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഡയറ്റ് കൗൺസിലിംഗ് can be provided as outpatient diet clinics when the patients are referred by the dietitian for calculating their dietary requirements, considering the body weight, underlying disease, food habits, availability and the acceptability of different foods depending upon the economic condition of the each patient. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഇതിനകത്ത് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡഡ് ആസ് ആൻ ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്സ്, പുറമെയുള്ള ക്ലിനിക്കുകളൊക്കെ ഇല്ലേ, ഡയറ്റ് ക്ലിനിക്കുകളൊക്കെ, അവിടെ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ക്ലിനിഷ്യൻസ് അവരാണ് റെഫർ ചെയ്യുന്നത്. ആ പേഷ്യൻസിന്റെ ഡയറ്റീഷ്യന്റെയോ അല്ലെങ്കിൽ ക്ലിനിഷ്യൻസിന്റെ ഒക്കെ നിർദ്ദേശം അനുസരിച്ച് ആ പേഷ്യന്റിന്റെ എന്തൊക്കെയാണ് എക്കണോമിക് കണ്ടീഷൻ, അവർക്കുടെ കണ്ടീഷൻ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നോക്കി, അവർക്കുടെ ബോഡി വെയിറ്റ് എങ്ങനെയാണ്, അസുഖം എന്തൊക്കെയാണ് എന്നൊക്കെ കൺസിഡർ ചെയ്ത് ഒരു ക്ലിനിഷ്യന്റെ അല്ലെങ്കിൽ ഡയറ്റീഷ്യന്റെ റെഫറൻസ് അവരെ റെഫർ ചെയ്തിട്ട് എന്താ പറയാ ഡയറ്റ് നമ്മൾ എടുക്കുന്നതിനെയാണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബോഡി വെയിറ്റ് ആണ്, പേഷ്യന്റിന്റെ ബോഡി വെയിറ്റ് കണക്കിലെടുത്തിട്ട് അവരുടെ ഭക്ഷണാവശ്യങ്ങൾ എന്തൊക്കെയാണ് കണക്കിലാക്കാൻ രോഗികൾക്ക് ക്ലിനിക്കുകൾ വഴി ഡയറ്റീഷ്യൻസ്മാര് റെഫർ ചെയ്യുന്ന ഡയറ്റ് കൗൺസിലിംഗ് ആണ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ ഒരു ക്ലിനിക്ക് കൂടെ ആ ഡയറ്റീഷ്യൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡയറ്റ് കൗൺസിലിംഗ് നടത്തുന്നത്. അപ്പൊ കൗൺസിലിംഗ് നടത്തി അവർക്കുടെ ബോഡി വെയിറ്റ് എത്രയുണ്ട്, ബോഡി വെയിറ്റ് നോർമലി കൂടുതലാണോ, അപ്പൊ അതിനനുസരിച്ച് അവർക്കുടെ വെയിറ്റ് കുറയ്ക്കേണ്ടി വരും. അവർക്കുടെ ഡിസീസ് എന്തൊക്കെയാണ്, അവർക്കുടെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ആ പേഷ്യന്റിന്റെ എക്കണോമിക് കണ്ടീഷനൊക്കെ അനുസരിച്ച് ഒരു ക്ലിനിക്കുകളിലൂടെ ഡയറ്റീഷ്യൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഒരു പേഷ്യന്റിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കൗൺസിലിംഗ് നടത്തി അപ്പൊ അതിലൂടെ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, ഏതൊക്കെ തരത്തിലുള്ള ഫുഡാണ് കഴിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ഒരു ഡയറ്റീഷ്യന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മള് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാണ് അവിടെ. Okay, patients are usually given a diet to be followed by them along with a certain food either to be avoided or to be preferred. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, patients are usually given a diet. ഡയറ്റില് ഞാൻ ചോദിച്ചായിരുന്നോ ആരെങ്കിലും ഡയറ്റ് ചെയ്യുന്നുണ്ടോ, അപ്പൊ എന്ന് വെച്ചാൽ ഡയറ്റ് ചില ഭക്ഷണങ്ങള്
along with a certain food either to be avoided. ഇപ്പൊ നമ്മൾ നോർമൽ കഴിക്കുന്ന ഭക്ഷണത്തില് ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കും. ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കും, അല്ലെങ്കിൽ ചിലതിന് പ്രിഫറൻസ് മുൻഗണന കൊടുക്കും. ചില ഭക്ഷണങ്ങൾക്കൊക്കെ മുൻഗണന കൊടുത്ത് അങ്ങനെ ഒരു കൺട്രോൾഡ് ആണ് നമ്മൾ ഡയറ്റ് എടുക്കുക എന്ന് പറയുന്നത്. ഡയറ്റിങ്ങില് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ നോർമൽ ഫുഡിൽ നിന്ന് ചില ഫുഡ്സ് നമ്മൾ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യും, ചിലത് എക്സ്ട്രാ നമ്മൾക്ക് വേണ്ടത് അതിന് പ്രിഫറൻസ് കൊടുത്ത് ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് ഡയറ്റിൽ കൂടെ കൺട്രോൾ ചെയ്യുന്നത്. പേഷ്യൻസ് ആർ യൂഷ്വലി ഗിവൺ എ ഡയറ്റ് ടു ബി ഫോളോഡ്. എങ്ങനെയാണ്? by them with certain foods either to be avoided. ചില ഫുഡ് നമ്മളിപ്പോ നോർമൽ കഴിക്കുന്ന ഭക്ഷണത്തില് ചില ഫുഡ് നമ്മൾ പാടെ അവോയ്ഡ് ചെയ്യും, ചിലതിന് നമ്മൾ എന്ത് ചെയ്യും? പ്രിഫറൻസ് കൊടുക്കും, പ്രിഫർ ചെയ്ത് മുൻഗണന കൊടുത്ത് ഭക്ഷണം അങ്ങനെ നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യാം. ഓക്കെ, ഇതാണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഒരു ക്ലിനിക്കുകളിലൂടെ ഒരു ഡയറ്റീഷ്യന്റെ ഡയറ്റീഷ്യൻ പറയുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് തന്നെ നമ്മുടെ ആ രോഗത്തിന്റെ ബോഡി വെയിറ്റും നമ്മുടെ രോഗത്തിന്റെ തരമൊക്കെ അനുസരിച്ചിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്ന നോക്കി ഏതൊക്കെയാണെന്ന്? സർവീസസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകള് ഇത് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നതാണ്. സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകള്, സർവീസസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകള്. പിന്നെ അടുത്ത് നോക്കിയ പ്രൊവിഷൻ ഓഫ് മീൽസ്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര. പ്രൊവിഷൻ ഓഫ് എന്തൊക്കെയാണ് നൽകുന്നത്? പ്രൊവിഷൻ മീൽസുകള്, ടീ, ചെറിയ ചെറിയ സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ്, തണുത്ത ഭക്ഷണങ്ങൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തു. പിന്നെ ചീപ്പർ ദാൻ ദ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ ഒരു പ്രത്യേകതയാണ് ചീപ്പർ ദാൻ ദ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. പ്രൈവറ്റ് പാർട്ടീസ് കൊടുക്കുന്നതിനേക്കാളും എങ്ങനെയായിരിക്കും? ചീപ്പർ ആയിരിക്കും. ആ കോസ്റ്റ് കുറച്ചും കൂടി കുറവായിരിക്കും. സാധാരണ നോർമലി നമ്മളൊരു ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കോസ്റ്റ് കുറച്ച് ചീപ്പർ ആയിരിക്കും. ചീപ്പർ ദാൻ ദ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. അടുത്ത് നോക്കിയേ, അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസസ്. അഡ്മിനിസ്ട്രേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ് ഭക്ഷണത്തിന് നമ്മുടെ അഡ്മിനിസ്ട്രേഷന് ഭക്ഷണങ്ങളുടെ ഗുണനിലവാരത്തെ നിയന്ത്രിക്കാനായിട്ട് കഴിയും. അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ, അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്തിനാ? ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് സർവീസ്. ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി ഗുണനിലവാരത്തിനെ കൺട്രോൾ ചെയ്യാൻ അഡ്മിനിസ്ട്രേഷന് കഴിയും. അടുത്ത ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്ന സർവീസസ് ക്യാൻ ബി പ്രൊവൈഡഡ് ടു ദ സ്റ്റാഫ്, അറ്റൻഡൻസ് ഓർ വിസിറ്റേഴ്സ്. സർവീസസ് സേവനങ്ങൾ ആർക്കൊക്കെ നൽകാം? പ്രൊവൈഡഡ് ടു സ്റ്റാഫ്, സ്റ്റാഫിന് നൽകാം, അറ്റൻഡൻസിന് നൽകാം, വിസിറ്റേഴ്സിനൊക്കെ ഈ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗില് കീഴിൽ വരുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന് കീഴിൽ വരുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, അപർണ ഒന്ന് വായിച്ചേ. അപർണേ പോയിന്റ്സ് ഒന്ന് വായിച്ചേ. Service in the form of staff canteen, provision of meals, tea, snacks, cold drinks, etc. Cheaper than cost run by private parties. Administration can control the quality of food service. Service can be given to staff, attendants, visitors. Attendants or visitors service provide ചെയ്യാൻ പറ്റും. അശ്വിനി വായിച്ചേ. Service in the form of staff canteen, provision of meals, tea, snacks, cold drinks, etc. Cheaper than cost run by the private parties. Administration can control the quality of food service. Service can be given to staff, attendants, visitors. Or visitors service provide ചെയ്യുക. Next ആരാണ്? പ്രതീഷ് ഒന്ന് വായിക്കോ. Service in the form of staff canteen, provisions of meals, tea, snacks, cold drinks, etc. Cheaper than cost run by private parties. Administration can control the quality of food service. Service can be given to staff, attendants, or visitors. Okay.
ഇതൊക്കെ കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നതാണ്. ഇനി അടുത്ത് നോക്കാം. Hospital can have a mobile or vending machine in certain location like OPD. OPD എന്താ? OPD expanded form എന്താ? Outpatient department. Outpatient department ആണ് OPD. Casualty block etc. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ പോകുമ്പോ വെൻഡിങ് മെഷീൻ, മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻ ഹോസ്പിറ്റലിൽ മാത്രമല്ല അല്ലാതെ പല സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മള് കോയിന് പൈസയൊക്കെ ഇട്ട് കഴിയുമ്പോ ഇതാ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടും. അവിടെ ആളുകളൊന്നും വേണ്ട, നമുക്ക് എടുത്തു തരാനൊക്കെ ആയിട്ട്. ടീ ആണെങ്കിൽ ടീയുടെ അത്, കോഫി ആണെങ്കിൽ കോഫിയുടെ അത്, ഒരു ബട്ടൺ ഉണ്ട്, അവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും. അങ്ങനെ വെൻഡിങ് മെഷീൻ, മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻ ഹോസ്പിറ്റലില് മൊബൈൽ അല്ലെ വെൻഡിങ് മെഷീൻ ചില ലൊക്കേഷൻ ലൈക്ക് OPD ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് കാഷ്വാലിറ്റി ബ്ലോക്കിലൊക്കെ വെൻഡിങ് മെഷീൻസ് വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ചെറിയ രീതിയിൽ സ്നാക്സുകൾ ഉണ്ടാവും. സ്നാക്സ് ഒക്കെ ആണെങ്കിലും പാക്കറ്റിലുള്ള സ്നാക്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ബോട്ടിൽ ഈ വാട്ടർ, നമ്മള് ബോട്ടിൽ വാട്ടർ ഒക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അതിന്റെ നേരെ സ്വിച്ചിൽ പ്രസ് ചെയ്യുക. അതിന്റെ കോസ്റ്റ് ഉണ്ടാവും. ആ കോസ്റ്റ് അതിലേക്ക് എത്രയാന്ന് വെച്ചാൽ അത് പേ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ അത് താഴെ, അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് താഴെ ഒരു ബോക്സിൽ വരും. അപ്പൊ അത് നമുക്കത് എടുക്കാൻ പറ്റും. അവിടെ സപ്ലൈ ചെയ്യാനായിട്ട് ഒരു എന്താ പറയാ, ഒരു ആളൊന്നും വേണ്ട. നേരെ നമുക്ക് ആ മെഷീനാണ് അവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് സംഭവമാണ് വേണ്ടത് മൊബൈലിൽ നോക്കി അറിയാം. വെൻഡിങ് മെഷീൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല ടൈപ്പ് വെൻഡിങ് മെഷീൻസ് കാണാം. അപ്പൊ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും നോക്കുമ്പോ. അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അങ്ങനെ OPD അല്ലെങ്കിൽ കാഷ്വാലിറ്റി ബ്ലോക്കിലൊക്കെ വെൻഡിങ് മെഷീൻസ് വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും? ഇല്ലേ? റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും കണ്ടിട്ടില്ല? അവിടെ കണ്ടിട്ട് ജസ്റ്റ് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ക്യാഷ് എത്രയാന്ന് വെച്ചാൽ ക്യാഷ് അവിടെ പേ ചെയ്താൽ നേരെ താഴെ ഒരു ബോക്സിലേക്ക് വന്ന് വീഴും. അപ്പൊ അത് നമുക്ക് കളക്ട് ചെയ്യാം. അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊന്നും വേറെ ആളൊന്നും വേണ്ട. ഓക്കെ, അങ്ങനെയുള്ളതാണ്. ഇനി അടുത്താണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. Education, training and research. Okay. Hospital staff like nurses, residents, nursing aides, technician, cooks, etc. could be regarding the type of food, their calorie value, balanced diet, etc. Okay. Hospital staff like nurses, residents, അവിടുത്തെ താമസക്കാര്, പിന്നെ നേഴ്സിംഗ് എയ്ഡ്സ്, സഹായികള്, നേഴ്സിംഗ് എയ്ഡ്സുകള്, ടെക്നീഷ്യൻ, കുക്സ് എക്സെട്ര കുഡ് ബി റിഗാർഡിംഗ് ദ ടൈപ്പ് ഓഫ് ഫുഡ്, their calorie value, balanced diet. ഇതിനെ കുറിച്ചൊക്കെ അവർക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ബോധവൽക്കരിക്കാനായിട്ട് കഴിയും. ഹോസ്പിറ്റൽ സ്റ്റാഫിന്, നേഴ്സുകളെയും, റെസിഡൻസ്, നേഴ്സിംഗ് എയ്ഡ്സുകള്, ടെക്നീഷ്യന്, കുക്ക്, അവർക്കൊക്കെ എന്താണ് ഈ ഇതിനെ കുറിച്ചൊക്കെ കാലോറി വാല്യൂ, ബാലൻസ്ഡ് ഡയറ്റ്, റിഗാർഡിംഗ് ദ ടൈപ്പ് ഓഫ് ഫുഡ് തുടങ്ങിയവയൊക്കെ പരിഗണിച്ച് അവരെ ബോധവൽക്കരിക്കാനായിട്ട് കഴിയും. ഇപ്പൊ ഓരോരുത്തർക്കും അറിയാം, കുക്സിനാണെങ്കിലും ഏതൊക്കെയാണ് ബാലൻസ്ഡ് ഡയറ്റ്, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, അതിന്റെ കലോറി വാല്യൂ എത്രയാണ് എന്നതിനെ കുറിച്ചൊക്കെ അവർക്കും ഒരു അവയർനെസ് കിട്ടും. The department can have in-service teaching program for the staff. സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് in-service teaching program നടത്താം. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചും ഇതുപോലെ കലോറി വാല്യൂ, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അതിനകത്ത് വരുന്നത്, എത്ര കലോറി ഇത് വേണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസ് നടത്താൻ പറ്റും. ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാം ഫോർ സ്റ്റാഫ് അത് ഡിപ്പാർട്ട്മെന്റിന് നടത്താൻ കഴിയും. The department can have an in-service teaching program for staff. സ്റ്റാഫിന് വേണ്ടിയിട്ട് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റിന് നടത്താൻ കഴിയും. ഇനി അടുത്തത് തന്നേക്കുന്ന ഫങ്ഷൻസ് ആണ്. ഇവിടെ 10, 12, 13 ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. Okay, first, plant preventive maintenance program for the equipment.
പ്ലാന്റ് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സംഘടിപ്പിക്കുക ഇൻ ദ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കാൻ. എന്താണ് പറഞ്ഞ PDF ഫയലിൽ ഇത് ഈ ഫംഗ്ഷൻ എഴുതിയിട്ടില്ല. ഓർഗനൈസ്ഡ് പ്ലാന്റ് ഇല്ലേ, ഫസ്റ്റത്തെ ഫംഗ്ഷൻ ഇല്ലേ? ഓർഗനൈസ്ഡ് എന്നാണ്, ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ്. ഓക്കെ ഓക്കെ, ഓർഗനൈസ്ഡ് എന്നാണ്. അപ്പൊ നമുക്ക് ഓർഗനൈസ്ഡ് രണ്ടും സെയിം മീനിങ് തന്നെ, സംഘടിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. പ്ലാന്റ് ആയാലും ശരി, ഓർഗനൈസ്ഡ് ആയാലും ശരി. പ്ലാന്റ് ഓർ ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം സംഘടിപ്പിക്കുക. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ആട്ടെ വരുന്നത്. രണ്ടാമത്തെ, പ്രൊവൈഡ് ദ ബെസ്റ്റ് ഫുഡ് അറ്റ് എ കോൺസിസ്റ്റന്റ് കോസ്റ്റ്. ഒരു കോൺസിസ്റ്റന്റ് കോസ്റ്റ്, ഒരു സ്ഥിരമായിട്ടുള്ള വിലയിൽ നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ സാധാരണ കടകളിലൊക്കെ ചിലപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ റേറ്റിലും വലിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഭക്ഷണത്തിന് സെയിം ഫുഡിന് തന്നെ വില വ്യത്യാസമൊക്കെ വരും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻ്റെ നമ്മളെ ഒരു ക്യാൻറ്റീൻ രൂപത്തിലുള്ള സർവീസുകളാണല്ലോ ഹോസ്പിറ്റലിൽ തന്നെ നടത്തുന്നത്. അപ്പൊ എവിടെയെന്ന് വെച്ചാൽ റേറ്റിനൊന്നും വല്ല വ്യത്യാസം ഉണ്ടാവില്ല. ഒരു കോൺസിസ്റ്റന്റ് ആയിട്ടുള്ളത്, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വിലയിൽ ഒരു ബെസ്റ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. ഇത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. പ്രൊവൈഡ് ദ ബെസ്റ്റ് ഫുഡ് അറ്റ് എ കോൺസിസ്റ്റന്റ് കോസ്റ്റ്. സ്ഥിരമായിട്ടുള്ള വിലയിൽ ബെസ്റ്റ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അടുത്ത, ബൈ ടു സ്പെസിഫിക്കേഷൻ റിസീവ് സപ്ലൈസ് ചെക്ക് ദെയർ ക്വാണ്ടിറ്റി ക്വാളിറ്റി സ്റ്റോർ. ബൈ ടു സ്പെസിഫിക്കേഷൻ, സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, നിർദ്ദേശം അനുസരിച്ച് വാങ്ങാം. ഏതാണ് ബൈ ടു സ്പെസിഫിക്കേഷൻ റിസീവ് സപ്ലൈ. സപ്ലൈ റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി നോക്കാം, ക്വാളിറ്റി, സ്റ്റോർ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിർദ്ദേശം അനുസരിച്ച് തന്നെ ചെയ്യാൻ പറ്റും. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് തന്നെ റിസീവ് ചെയ്യുക. റിസീവ് സപ്ലൈസ്, ചെക്ക് ദെയർ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി സ്റ്റോർ. പിന്നെ അടുത്ത നെക്സ്റ്റ് ഫംഗ്ഷൻ, ഫോർത്ത് വൺ, പ്രൊഡ്യൂസ് പോർഷൻ അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. പ്രൊഡ്യൂസ് ചെയ്യുക, മേക്ക് എന്നുള്ള മീനിങ് തന്നെ, ഉണ്ടാക്കുക. പോർഷൻ അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്, കൂട്ടിച്ചേർക്കുക. അസംബിൾ ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കുക, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പ്രൊഡ്യൂസ് പോർഷൻ അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. Next, development of recipes as per the nutritional requirement of patient. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, ഈ റെസിപ്പി ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആസ് പെർ ദ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ് അനുസരിച്ച് റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് ആസ് പെർ ദ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ഓഫ് പേഷ്യന്റ്. അതാ പറഞ്ഞേ, ഓരോ ഇൻഡിവിജ്വലിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പേഷ്യൻസിന്റെ ഡിസീസ് ഒക്കെ നോക്കി അവർക്ക് ഏതൊക്കെ ന്യൂട്രീഷൻസ് ആ വേണ്ടത്, അതനുസരിച്ചിട്ട് തന്നെ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് ആസ് പെർ ദ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ഓഫ് പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ് അനുസരിച്ച് റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ അടുത്ത ഫംഗ്ഷൻ നോക്കിയേ, ടു എഡ്യൂക്കേറ്റ് ദ പേഷ്യൻസ് അബൌട്ട് ഹൗ ഡയറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ ഡിസീസ്. ഇവിടുത്തെ നോക്കിയേ, ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, എഡ്യൂക്കേറ്റ് ആക്കുക അവരെ. ഹൗ അബൌട്ട് എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് അബൌട്ട് എന്തിനെ കുറിച്ചാ? ഹൗ ഡയറ്റ് പ്ലേസ് എ മേജർ റോൾ. ഡയറ്റ് എങ്ങനെയാണ് ഈ റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ ഡിസീസ്. ഡിസീസിന്റെ ട്രീറ്റ്മെന്റിൽ ഈ ഡയറ്റിന്റെ റോള് എന്താണ് എന്നുള്ള കാര്യം ഈ പേഷ്യൻസിനെ എഡ്യൂക്കേറ്റഡ് ആക്കുക. അല്ലെങ്കിൽ അവർ ഓർത്തിട്ട് എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറയണത്, അല്ലെങ്കിൽ ഇത്രയാണോ കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടാവും. അപ്പൊ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഈ രോഗത്തിന് ഈ ഭക്ഷണം ഇങ്ങനെ ഇത്രേ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കണം എന്നതിനെ കുറിച്ച് ആ ഒരു പേഷ്യൻസിന് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് ഡയറ്റിന്റെ പങ്ക് എന്താണ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ വെറുതെ കുറെ ടാബ്ലറ്റ്സുകൾ മാത്രം കഴിച്ചാൽ പോരാ, അതിന്റെ ഒപ്പം തന്നെ ഡയറ്റ്, അതിനകത്ത് ഡയറ്റിന്റെ ഒരു പങ്ക് എന്താണെന്നുള്ളതും പേഷ്യന്റിനെ എഡ്യൂക്കേറ്റഡ് ആക്കണം, പേഷ്യൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ഞാൻ അന്നേരം പറഞ്ഞില്ലേ, ചില കാര്യം ഇപ്പൊ പ്രമേയം പോലുള്ളവര് ഈ മധുരമുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം,
അത് മധുരമുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് ഫൈബേഴ്സ് റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ അവർക്കുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക, പ്രമേഹ രോഗികൾ, ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞ അപ്പൊ ഡയറ്റ് അവർക്കുടെ ആ ട്രീറ്റ്മെന്റ്, ഡിസീസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡയറ്റിന്റെ പങ്ക് എന്താണെന്നുള്ളതും കൂടി പേഷ്യൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എഡ്യൂക്കേറ്റഡ് ആക്കുക. To educate the patients about how the diet plays a major role in the treatment of disease. ഡിസീസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതിന്റെ ഡിസീസസ് മാറാനായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റില് ഡയറ്റിന്റെ പങ്ക് എന്താണെന്നുള്ള കാര്യം അത് പേഷ്യൻസിനെ ബോധവൽക്കരിക്കുക, എഡ്യൂക്കേറ്റഡ് ആക്കുക. അടുത്തത് ടു മോഡിഫൈ ദ ഡെയിലി ഡയറ്റ് പാറ്റേൺ ഓഫ് ദ പേഷ്യന്റ് ടു meet the requirements during diseased condition. അടുത്ത നോക്കിയേ, ടു മോഡിഫൈ ചെയ്യുക, വിവിധ പലതരത്തിലുള്ള രോഗാവസ്ഥകളിലൂടെ അവരുടെ ആ ന്യൂട്രീഷൻ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ആ പേഷ്യൻസിന്റെ ഭക്ഷണക്രമം എന്ത് ചെയ്യണം, പരിഷ്കരിക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, to modify the daily diet pattern, അവർക്കുടെ ഡയറ്റ് പാറ്റേൺ മോഡിഫൈ ചെയ്യുക, കുറച്ചുകൂടി വിപുലീകരിക്കുക, മോഡിഫൈ ചെയ്യുക ഓഫ് ദ പേഷ്യന്റ് ടു മീറ്റ് ദ റിക്വയർമെന്റ് ഡ്യൂറിങ് ഡിസീസ് കണ്ടീഷൻ. ഇപ്പൊ ആ ഒരു ഡിസീസ് കണ്ടീഷനിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം, അവർക്ക് എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് എന്നുള്ളത്, അവരുടെ ആവശ്യം എന്തൊക്കെയാണെന്ന് അനുസരിച്ച് ഡയറ്റ് പാറ്റേൺ മോഡിഫൈ ചെയ്യുക. മനസ്സിലായോ? അവർക്കുടെ റിക്വയർമെന്റ് അനുസരിച്ച് അവർ ഓൾറെഡി ഒരു ഡിസീസ് കണ്ടീഷൻ പറയണ്ട കേട്ടോ, ഡ്യൂറിങ് ഡിസീസ്ഡ് കണ്ടീഷൻ, ആ ഒരു രോഗാവസ്ഥയില് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മീറ്റ്, അവർക്ക് എന്തൊക്കെ ന്യൂട്രീഷണൽ കാര്യങ്ങളാണ് വേണ്ടത് അതിനകത്ത്. അപ്പൊ അതനുസരിച്ച് അവർക്കുടെ ഡയറ്റ് പാറ്റേൺ മോഡിഫൈ ചെയ്യുക. ഇപ്പൊ സാധാരണ കഴിക്കുന്നത് പോരാ, അതിൽ കൂടുതൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഡയറ്റിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ മോഡിഫൈ ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താനുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് അത് അങ്ങനെ മോഡിഫൈ ചെയ്യുക. ടു മോഡിഫൈ ദ ഡെയിലി ഡയറ്റ് പാറ്റേൺ മോഡിഫൈ ചെയ്യുക. അവർക്കുടെ ഡ്യൂറിങ് ദ ഡിസീസ് കണ്ടീഷനിൽ അവർക്ക് എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് അതനുസരിച്ച് ഡയറ്റ് പാറ്റേൺ മോഡിഫൈ ചെയ്യുക. പിന്നെ അടുത്തത്, ദ ഡെയിലി ഫംഗ്ഷൻ ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു പ്രിപ്പയർ ദ മീൽസ് ആൻഡ് സ്നാക്സ് patient that are admitted to the hospital. ഇത് ഒരു ദിവസം മാത്രം ചെയ്താൽ മതിയോ ഡിപ്പാർട്ട്മെന്റ്? ഒരു ദിവസം മാത്രം, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം വർക്കിംഗ് മതിയോ? അല്ല, ഇതെങ്ങനെ പറഞ്ഞേക്കുന്നേ? ഡെയിലി ഫംഗ്ഷൻ ഓഫ് ദ, എല്ലാ ദിവസത്തെയും ഫംഗ്ഷൻ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഡെയിലി ഫംഗ്ഷൻ എന്താ? ഈസ് ടു പ്രിപ്പയർ ദ മീൽസ് ആൻഡ് സ്നാക്സ് patient that are admitted to the hospital. ആ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് സ്നാക്സും മീൽസും ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആണ്. ഡെയിലി ഫംഗ്ഷൻ ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു പ്രിപ്പയർ മീൽസ് ആൻഡ് സ്നാക്സ് പേഷ്യന്റ് ദാറ്റ് ആർ അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ. അടുത്തത് അതിനൊപ്പം തന്നെ ദ മീൽസ് ആർ പ്രിപ്പയർഡ് ബൈ സ്ട്രിക്റ്റ് ഓഫ് ദ ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ. പിന്നെ നോക്കിയേ, ഈ മീൽസ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടമുള്ള പോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, കുക്കിന് ഇഷ്ടമുള്ള പോലെ അല്ല പ്രിപ്പയർ ചെയ്യുന്നത്. ഫിസിഷ്യന്റെ റിട്ടേൺ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ മീൽസ് പ്രിപ്പയർ ചെയ്യുക. ദ മീൽസ് ആർ പ്രിപ്പയർഡ് ബൈ ദ സ്ട്രിക്റ്റ് ഓഫ് ദ ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ. ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ അനുസരിച്ച് തന്നെ മീൽസ് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക. പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് ഇതൊക്കെ പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ ട്രെയിൻ ഡയറ്ററ്റിക് ഇന്റേൺസ്, ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ is the branch of knowledge concerned with the diet and effects of on health. ഭക്ഷണത്തെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. അവിടെ ഒന്ന് എഴുതി വെച്ചേ, ഡയറ്ററ്റിക്സ്. നോട്ടിൽ തന്നെ എഴുതിയാലും മതി, പ്രിന്റഡ് നോട്ടിലെ ഒന്ന് ചെറുതാക്കി എഴുതി വെച്ചാലും മതി. ഡയറ്ററ്റിക്സ്. ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ, ഡയറ്ററ്റിക്സ് ട്രെയിൻ ചെയ്യുക, പരിശീലിപ്പിക്കുക. ഡയറ്ററ്റിക്സ് എടുത്താ എഴുതാനായിട്ട് പ്രിന്റഡ് നോട്ടിൽ തന്നെ എഴുതിയാലും മതി, അല്ലെങ്കിൽ ബുക്കിലാണെങ്കിൽ ബുക്കിൽ എഴുതിക്കോ. ഡയറ്ററ്റിക്സ്
dietetics is the branch of knowledge. Dietetics is the branch of knowledge concerned with the diet, and its effects on health. Dietetics is the branch of knowledge concerned with the diet and its effects on health. HEALTH. ഭക്ഷണത്തെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ശാസ്ത്രശാഖയാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇൻ ടേൺ. നെക്സ്റ്റ് പോയിന്റ്, impart instruction to nurses, medical and dental students about principle of nutrition and diet therapy. എടുത്ത് നോക്കിയേ, എന്താണ് ഇമ്പാക്ട്? ഇമ്പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഗിവ്, നൽകുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഗിവ്, ഗിവ്. ആർക്കൊക്കെ നിർദ്ദേശം നൽകുക? ഇമ്പാക്ട് ഇൻസ്ട്രക്ഷൻ ടു നേഴ്സുകൾ, നേഴ്സസിന്, മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനൊക്കെ നിർദ്ദേശങ്ങൾ നൽകുക. എബൌട്ട് എന്തിനെ കുറിച്ച്? പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് തെറാപ്പി. പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ, ഡയറ്റ് തെറാപ്പി എന്നതിനെ കുറിച്ചൊക്കെ നഴ്സസിനും പിന്നെ മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനും ഒക്കെ ഇൻസ്ട്രക്ഷൻ നൽകുക, നിർദ്ദേശങ്ങൾ നൽകുക. നെക്സ്റ്റ് പോയിന്റ് ആണ്, cooperate with the medical staff in planning, preparing and serving experimental metabolic research diet. Collaborate meaning ആണ് സഹകരിക്കുക, കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. ഇത് ആരുമായിട്ട്? വിത്ത് മെഡിക്കൽ സ്റ്റാഫുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. കോപ്പറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. എന്തിനാ? ഇൻ പ്ലാനിങ്ങില്, പ്രിപ്പയറിംഗ് ആൻഡ് സെർവിങ് ദ എക്സ്പെരിമെന്റൽ മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്. അതിൻ്റെയൊക്കെ ഡയറ്റുമായിട്ടുള്ള റിസർച്ച് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. ദി ലാസ്റ്റ് പോയിന്റ് ആണ്, ടു മെയിൻറ്റെയിൻ ഗുഡ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഓഫ് ഓൾ ദ പേഷ്യൻസ്. എല്ലാ പേഷ്യൻസിനെയും ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നിലനിർത്തുക. To maintain good nutritional status of all the patients. എല്ലാ പേഷ്യൻസിനെയും നല്ലൊരു ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. നെക്സ്റ്റ് അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞേക്കാം, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ പ്ലാനിങ് മെനൂസ്, പ്രിപ്പയറിംഗ്, സെർവിംഗ് ഫുഡ് ആൻഡ് കൺട്രോൾ മീൽസ്. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുക സ്റ്റാൻഡേർഡ്സ് ഫോർ പ്ലാനിങ് മെനൂസ്, പ്രിപ്പയറിംഗ്, സെർവിംഗ് ഫുഡ് ആൻഡ് കൺട്രോളിംഗ് മീൽസ്. ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള മെനുകൾ, ക്രമീകരിക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് എന്ന് വെച്ചാൽ സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് standards for planning menus, preparing, serving food and controlling meals. ഇത്രയാണ് ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് വരുന്നത്. 13 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. വായിച്ചു കഴിയുമ്പോ ഒന്ന് പറയണം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? അശ്വിനി വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞോ? പ്രതീക്ഷിന്റെ കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞു. അശ്വിനിയുടെ കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ. അത് ഫങ്ഷൻസ് ആണ്. ഇനി ഒന്നും കൂടി പറയണോ? അത് പറയണോ? അത് ഞാനൊരു എത്ര പോയിന്റ് ഉണ്ട്? 13 പോയിന്റ് ഉണ്ട്. 5 പോയിന്റ് 4 പോയിന്റ് വീതം ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കാം. ഇന്ന് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം. ഇനി ഒരു ഇച്ചിരി കൂടി ഉള്ളൂ. പ്രോബ്ലം സിറ്റുവേഷൻസും പിന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ആപ്ലിക്കബിൾ ഇൻ ദാറ്റ് ഇത്രയും കൂടി ഉള്ളൂ. ഇന്ന് ഈ ചാപ്റ്റർ തീർക്കാം. പറ്റുവാണെങ്കിൽ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും എഴുതാം കേട്ടോ. അപ്പൊ അത് വായിച്ചോ. ആദ്യത്തെ അശ്വിനി വായിച്ചോ. ആദ്യത്തെ ഒരു 4 പോയിന്റ് വായിക്കട്ടോ. ഫങ്ഷൻസ്. Organize the preventive maintenance program for the equipment. Supply the best to consistent coal. Buy to specification. Receive supplies. Check their quantity, quality, and store. Make portion and assemble and distribute food. Assemble standard distributor food distribute ചെയ്യുക. നെക്സ്റ്റ് പ്രതീക്ഷ ഒന്ന് വായിച്ച അടുത്ത 4 പോയിന്റ്. 4 5 Development of recipes according to the nutritional needs of patients. To instruct about how diet plays an important role in the treatment of various diseases. To look after the everyday diet pattern of patients to meet their needs throughout the various diseased conditions. The everyday function of the dietary department is to prepare meals and snacks for patients who are admitted to the hospital. These meals are prepared by strict guidelines of the physician written orders. ഫിസിഷ്യന്റെ റിട്ടേൺ ഓർഡർ അനുസരിച്ചിട്ട് വേണം ആ മീൽ പ്ലാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതൊരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ്. Prepare the meals, snacks, patients that are admitted to the hospital. These meals are prepared by strict of the physician return order. Physician return order അനുസരിച്ചിട്ട് തന്നെ നമ്മൾ മീൽ പ്ലാൻ റെഡിയാക്കണം. നെക്സ്റ്റ് അപർണ. Arrange and carry out patient therapy, education and counseling. Train dietetics intern. Give direction to nurses, medical and dental students about the principles of nutrition and diet therapy. Collaborate with the medical staff in arranging, preparing, and serving experimental metabolic research diets to keep a good nutritional status of all patients. Establish standards for arranging menus, preparing, serving food, and managing meals. Okay. ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതിനുള്ള മെനുകള് ക്രമീകരിക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ പേഷ്യൻസിനും നല്ല ന്യൂട്രീഷൻ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഇതൊക്കെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ഇനി നോക്കിയേ പ്രോബ്ലം സിറ്റുവേഷൻസ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങള് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കണേ. നോക്കിയേ ഫസ്റ്റ് കോൺഫ്ലിക്ട്സ് എന്ന് വെച്ചാൽ ഡിസ്പ്യൂട്ട് എന്നുള്ള മീനിങ് ആണ്. തർക്കം കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള ഒരു തർക്കം അത് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. പ്രോബ്ലം സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള ഉണ്ടാകുന്ന ഒരു തർക്കം. പിന്നെ അടുത്ത കംപ്ലൈന്റ്സ് അഗൈൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ് റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ്. അടുത്ത നോക്കിയാൽ നെക്സ്റ്റ് കംപ്ലൈന്റ്സ് ഉണ്ടാക്കാം. നമ്മൾ ചില ഇത് വെറുതെ കംപ്ലൈന്റ് പറയണവരും ഉണ്ട്. ക്വാളിറ്റി ഫുഡിന് അത് മോശമായിരുന്നു, അത് ഞാൻ ഭക്ഷണം ഇതുണ്ടായിരുന്നില്ല, ക്വാളിറ്റി കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റിന് എതിരായിട്ടുണ്ടാകുന്ന കംപ്ലൈന്റ്സ് അഗൈൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ് റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ്. ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന കംപ്ലൈന്റ്സ്. ചില ആളുകൾ അങ്ങനെയല്ലേ, എന്ത് നല്ലത് കഴിച്ചാലും പറയും, എന്തെങ്കിലും ഒരു കുറ്റം പറയും അതിന്, അല്ലെ? കംപ്ലൈന്റ്സ് പറയും, ഉണ്ടാവും.
നല്ലതാണെങ്കിൽ നല്ലതാണ് തന്നെ, നല്ല ക്വാളിറ്റി ആണെങ്കിൽ നല്ല ക്വാളിറ്റി ആണെന്ന് പറയും. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ നമ്മൾ പറയില്ല നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, നല്ല ക്വാളിറ്റി ആണ്, ഫുഡൊക്കെ നല്ല ക്വാളിറ്റി ഫുഡാണ് എന്നൊക്കെ പറയാറില്ലേ? ഇല്ലേ? ഇല്ല, പ്രതീക്ഷയെ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കാറുണ്ടോ? ഉണ്ട്, ഇടയ്ക്കൊക്കെ ചേഞ്ചിന് വേണ്ടിട്ടല്ലേ? ഇടയ്ക്കൊക്കെ പോയി കഴിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ നമ്മള് സ്ഥിരം പോകുന്നാലും അവിടെ നല്ല ക്വാളിറ്റി ആണെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ തന്നെ പോകുള്ളൂ അല്ലെ? നല്ല ക്വാളിറ്റി ഉള്ളിടത്തല്ലേ നമ്മൾ പോയി ഭക്ഷണം കഴിക്കുക. അതൊരു വൃത്തിയില്ല അല്ലെങ്കിൽ വേറെ എന്താ പറയാ അങ്ങനെ ചെറിയ ഇതൊന്നും നമ്മൾ അങ്ങനെ അധികം പോകാറില്ല. അപ്പൊ നമ്മൾ എത്ര നന്നായിട്ട് നല്ല ക്വാളിറ്റി, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിലും നല്ല ശ്രദ്ധിച്ച് തന്നെ ഭക്ഷണമൊക്കെ ഇതാക്കണം. ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആയിരിക്കണം. അവിടെ ഓൾറെഡി ഡിസീസ് ആയിട്ടുള്ള ആളുകൾക്ക് ആണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ ഇനി വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് ആയിരിക്കും നാം അവിടെ സർവ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്താലും ചിലപ്പോ എന്താ പറയാ കംപ്ലൈന്റ്സ് വരാം, ഫുഡിന്റെ ക്വാളിറ്റി ശരിയല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട്. അപ്പൊ അങ്ങനെ അത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന മറ്റൊരു പ്രോബ്ലം ആണ് കംപ്ലൈന്റ്സുകൾ. ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില കംപ്ലൈന്റ്സുകൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത് വന്ന ട്രിവിയൽ എന്നാക്കാം കേട്ടോ. അതെ, TRIVIAL പെറ്റി എന്നാണ് ഇവിടെ. ട്രിവിയൽ തെഫ്റ്റ്, ചെറിയ നിസാരമായിട്ടുള്ള മോഷണങ്ങള്. ആൻഡ് പിൽഫറേജ് ഇൻ ഡിപ്പാർട്ട്മെന്റ്, കവർച്ചകള്, കവർച്ചകള്. ഇപ്പൊ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവിടെ, സ്റ്റോർ ചെയ്തിട്ട് ഉണ്ടാവില്ലേ? അപ്പൊ ചിലപ്പോ അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് നോക്കാം. അതപ്പോ അവര് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ട്രിവിയൽ തെഫ്റ്റ്. എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട്, വലിയ രീതിയിലുള്ളതല്ല, ചെറിയ നിസ്സാരമായിട്ടുള്ള മോഷണങ്ങള്, കവർച്ചകള്. ഇതൊക്കെ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ചെറിയ മോഷണങ്ങള്, കവർച്ചകള്, ഇതൊക്കെ ആ ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രശ്നമാണ്. പിന്നെ അടുത്ത ബിഗ് ഫ്രോഡ്സ്, വലിയ തട്ടിപ്പുകള് can take place in material management department. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ ഫ്രോഡ്സുകള്, തട്ടിപ്പുകള്. മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റില് ചെറിയ എന്താ പറയാ വലിയ തട്ടിപ്പുകള്, ബിഗ് ഫ്രോഡ്സുകള് ഉണ്ടാകാം. പിന്നെ അടുത്ത ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്, മറ്റൊരു പ്രശ്നമാണ്. അപ്പൊ കുറെ ഭക്ഷണമാണെങ്കിലും കുറെ സാധനങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പച്ചക്കറികള്, അതിന്റെ വേസ്റ്റുകള്, പിന്നെ അതുപോലെ തന്നെ ഓരോന്നിന്റെ വേസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഈ വേസ്റ്റ് ഗാർബേജ് അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രശ്നമാണ്. വളരെ നീറ്റ് ആയിട്ട് തന്നെ ഇതൊക്കെ ഡിസ്പോസ് ചെയ്യണം അല്ലെ? ഭക്ഷണത്തിന്റെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇൻഫെക്ഷനൊക്കെ മോസ്കിറ്റോസോ ഒക്കെ വരാനും ഫ്ലൈസ് ഒക്കെ വരുന്ന ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഡിസ്പോസല് അവര് നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് പ്രോബ്ലം ഓർ സിറ്റുവേഷൻസില്. എല്ലാം സിമ്പിൾ ആണ്, നമ്മൾ ഡെയിലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്, കംപ്ലൈന്റ്സ് against the department regarding the quality of the food, trivial theft and pilferage in department, big frauds can take place in materials management department, disposal of waste garbage, വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക. വായിച്ചു നോക്കിയ വേഗം 5 പോയിന്റ്. കഴിഞ്ഞു. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ, 5 പോയിന്റ് കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ചെറിയൊരു പോർഷനും കൂടി ഉള്ളൂ, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ആപ്ലിക്കബിൾ ഇൻ ഡയറ്ററിയിൽ ഫോളോ ചെയ്യുന്ന പോളിസീസ്
ആൻഡ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആപ്ലിക്കബിൾ ഇൻ ഡയറ്റ്. നോക്കാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ്, dietitian is responsible for the quality and quantity of food items. Dietitian ഉള്ള ഒരു ഉത്തരവാദിത്തം, ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. എന്തിനെ കുറിച്ച്? ക്വാളിറ്റി, ഫുഡിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, അതിന്റെ കൃത്യ ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു നല്ലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം, ബാധ്യതയുണ്ട്. റെസ്പോൺസിബിൾ ലിയബിൾ എന്ന് പറയാം. ഡയറ്റീഷ്യൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ് ഐറ്റം. ഫുഡ് ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഈ ഡയറ്റീഷ്യന് റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത, പവർ ഓഫ് എമർജൻസി പർച്ചേസ് ഷുഡ് ബി ഡെലിഗേറ്റഡ് ടു ദ ഓഫീസർ ഇൻ ചാർജ്. പവർ ഓഫ് എമർജൻസി പർച്ചേസ്, പെട്ടെന്ന് എമർജൻസി ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അധികാരം അവിടെ ഇൻചാർജ് ഉള്ള ഓഫീസറിന് നൽകണം. അവിടെ ആ ഡിപ്പാർട്ട്മെന്റിലെ ഇൻചാർജ് ആർക്കാണോ ആ ഇൻചാർജ് ഉള്ള ഓഫീസറിന് എമർജൻസി പർച്ചേസിനുള്ള ഒരു പവർ നൽകണം. അടിയന്തരമായിട്ടുള്ള പർച്ചേസുകളുടെ അധികാരം ഈ ഇൻചാർജ് ഉള്ള ഓഫീസറിന് നൽകണം. Power of emergency purchase should be delegated to the officer in charge. You know, again, third point, of food items received should be inspected by the team comprising 3 or 4 members. ഇനി അടുത്തത് നോക്കി, എന്താണ്? ഫുഡ് ഐറ്റം റിസീവ്ഡ് ഷുഡ് ബി ഇൻസ്പെക്ടഡ്. ഫുഡ് ഐറ്റംസ് 3 or 4 മെമ്പേഴ്സ് ഉള്ള ടീം ഇൻസ്പെക്ട് ചെയ്യണം, പരിശോധിക്കണം. ഫുഡ് ഐറ്റംസ് റിസീവ് ചെയ്യുന്ന ഫുഡ് ഐറ്റം should be inspected by a team comprising 3 to 4 members. 3 or 4 members അടങ്ങിയ ഒരു ടീം ഇൻസ്പെക്ട് ചെയ്യണം, പരിശോധിക്കണം. അടുത്തത്, എവറിഥിങ് ഷുഡ് ബി പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻ. അല്ല, എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ക്ലീൻഡ് ആയിരിക്കണം. പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആൻഡ് clean. Everything should be properly maintained and cleaned. എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം. Everything should be properly maintained and cleaned. ഇനി നെക്സ്റ്റ് വൺ, 5th പോയിന്റ് ആണ്, proper sanitation and cleanliness including rodent control measures should be observed. എന്താ rodent? എന്താ? ഇതിലുണ്ടോ റോഡന്റിന്റെ ശല്യം? ഉണ്ടോ? എലി ശല്യം. എലിയുടെ ഒക്കെ ഈ ഭക്ഷണങ്ങളും സാധനങ്ങളും ഒക്കെ വെക്കുന്ന സ്ഥലമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എലിയുടെ ശല്യമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ക്ലീൻനെസ്. സാനിറ്റൈസ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് സാനിറ്റൈസ് ചെയ്യണം. അതുപോലെ ക്ലീൻനെസ്, ക്ലീൻ ആക്കി വെക്കണം. ഇൻക്ലൂഡിങ് റോഡന്റ് കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി ഒബ്സർവ്. റോഡന്റ് കൺട്രോൾ മെഷേഴ്സും കൂടി ഒബ്സർവ് ചെയ്യണം. ഇതിനകത്തൊക്കെ ഭക്ഷണമൊക്കെ ഇങ്ങനെ എന്റെ വീട്ടിലൊക്കെ എലിയുടെ ശല്യമില്ലേ? ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴൊക്കെ സ്റ്റോർ ചെയ്യുന്ന അവിടെയൊക്കെ റൈസും ഇതൊക്കെ അരിയൊക്കെ എടുത്ത് വെക്കുമ്പോ എലിയൊക്കെ വന്ന് ശല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു ഗോഡൌൺ പോലെയല്ലേ, ഗോഡൌണിലല്ലേ സാധനങ്ങളും ഇതൊക്കെ വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളടുത്ത് പ്രോപ്പർ ആയിട്ട് സാനിറ്റേഷൻ നടത്തണം, ക്ലീൻനെസ് ചെയ്യണം. അതിന്റെ കൂടെ ഈ റോഡൻ കൺട്രോൾ മെഷേഴ്സ് കൂടി, എലി ശല്യം ഒക്കെ കുറയ്ക്കുന്ന അതിനെ കൺട്രോൾ ചെയ്യുന്ന നടപടിയും കൂടി സ്വീകരിക്കണം. പിന്നെ സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി അവൈലബിൾ ഇൻ ദ പേഷ്യന്റ് കിച്ചൺ ഡ്യൂറിംഗ് ഓൾ വർക്കിംഗ് അവേഴ്സ് ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി പ്ലാൻഡ് പ്രോപ്പർലി. സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി അവൈലബിൾ ഇൻ പേഷ്യന്റ് കിച്ചൺ ഡ്യൂറിംഗ് ഓൾ ദ വർക്കിംഗ് അവേഴ്സ്. എല്ലാ വർക്കിംഗ് അവേഴ്സിലും ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് അവിടെ അവൈലബിൾ ആയിരിക്കണം. പേഷ്യൻസ് കിച്ചണില് ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് അവിടെ എല്ലാ വർക്കിംഗ് ടൈമിലും അവിടെ അവൈലബിൾ ആയിരിക്കണം. സൂപ്പർവൈസറി സ്റ്റാഫ് അല്ല എല്ലാത്തിനും സൂപ്പർവൈസ് ചെയ്യുന്ന, മേൽനോട്ട് വഹിക്കുന്ന ആളല്ലേ സൂപ്പർവൈസറി സ്റ്റാഫ്. അപ്പൊ എല്ലാ വർക്കിംഗ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കിംഗ് ടൈം എത്രയാണ്? ഇപ്പൊ നമ്മള് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കണമല്ലോ. അപ്പൊ 5 മണിക്കോ 4 മണിക്കൊക്കെ തുടങ്ങും. അപ്പൊ 4 to എത്രയാ? അപ്പൊ ഒരു 8 മണി വരെയൊക്കെ ആണെങ്കിലും ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും.
ഇപ്പൊ 4 മണിക്ക് ഒരു 11 മണി ഒരാള് അല്ലെങ്കിൽ അങ്ങനെ ഷിഫ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും എന്തായാലും സൂപ്പർവൈസറി സ്റ്റാഫ് അവിടെ എല്ലാ വർക്കിംഗ് ടൈമിലും ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞിരുന്നത്. സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി അവൈലബിൾ ഇൻ ദ പേഷ്യന്റ് കിച്ചൺ during all the working hours and the work schedule should be planned properly. എല്ലാ വർക്കിംഗ് ഷെഡ്യൂളും പ്ലാൻഡ് ആയിരിക്കണം. ഇപ്പൊ നമ്മള് രാവിലെ ഇപ്പൊ 4 മണിക്കൊക്കെ ജോലിക്ക് കയറുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 10-12 മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു ഷിഫ്റ്റ് കഴിയും. അല്ലാതെ രാവിലെ ജോലിക്ക് കയറുന്ന സ്റ്റാഫുകളും രാത്രി 8 മണി വരെ നിൽക്കാൻ പറ്റുമോ? അവർക്ക് അങ്ങനെ പറ്റുമോ? അപ്പൊ അവിടെ എങ്ങനെയാണ് നമ്മൾ അത് ഷെഡ്യൂൾ ചെയ്യണം. അവർക്കടെ ഷിഫ്റ്റ് പോലെ ആക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം. ഇപ്പൊ രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്നവർ ഇപ്പൊ 12 മണിയാണ് ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ ആളുകൾ പോവുക, അടുത്ത ഷിഫ്റ്റിന് ആളുകൾ വൃത്തിയായിട്ട് കയറുന്നുണ്ടോ, അവര് 8 മണി എന്നുള്ളതാണെങ്കിൽ ആ വർക്കിംഗ് ടൈം ഫുള്ള് നിൽക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങള് എല്ലാരും വർക്ക് ഷെഡ്യൂൾ എല്ലാം പ്ലാൻഡ് ആയിരിക്കണം. വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി പ്ലാൻഡ് പ്രോപ്പർലി. അടുത്ത് നോക്കാം, ഡയറ്റീഷ്യൻ ഷുഡ് വിസിറ്റ് ദ വാർഡ്സ് എവരി ഡേ. കണ്ടോ, അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും വാർഡിൽ വിസിറ്റ് ചെയ്യണം എന്ന്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടോ, ഭക്ഷണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കഴിക്കുന്നില്ലേ, അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ചാലാണ് നിങ്ങളുടെ അസുഖമൊക്കെ മാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരു അവയർനെസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാ ദിവസവും വാർഡില് ഡയറ്റീഷ്യന് വിസിറ്റ് ചെയ്യണം. ഡയറ്റീഷ്യൻ ഷുഡ് വിസിറ്റ് ദ വാർഡ്സ് എവരി ഡേ. എല്ലാ ദിവസവും ഡയറ്റീഷ്യൻ വാർഡ് വിസിറ്റ് ചെയ്യണം. സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഫിക്സ്ഡ്. അടുത്ത പോയിന്റ് ആണ്, സർവീസ് ടൈമിംഗ് ഫിക്സ്ഡ് ആണ്. ഷുഡ് ബി ഫിക്സ്ഡ് ആക്കണം. ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ അങ്ങനെ ഫിക്സഡ്. ഒരു ഫിക്സഡ് ടൈം ഇത് വേണം. സർവീസ് സമയം നമ്മൾ നിശ്ചയിക്കണം. എത്ര ടൈം മുതൽ എത്ര ടൈം വരെ സർവീസ് ടൈമിംഗ് നിശ്ചയിക്കണം. പിന്നെ അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ്, നേഴ്സസ് ഷുഡ് ചെക്ക് ആൻഡ് സൂപ്പർവൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്സ്. അതുപോലെ ഡയറ്റീഷ്യന്റെ ഇത് പറഞ്ഞല്ലോ, എല്ലാ ദിവസവും വാർഡുകൾ വിസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നേഴ്സസ് ഷുഡ് ചെക്ക് ആൻഡ് സൂപ്പർവൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽ ഇൻ ദ വാർഡ്. ആ വാർഡില് മീൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് നേഴ്സസ് ചെക്ക് ചെയ്ത് അതിനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. എല്ലാ പേഷ്യൻസിനും ഫുഡ് കറക്റ്റ് സമയത്ത് എത്തുന്നില്ലേ, അപ്പൊ നേഴ്സിന് അറിയാലോ ഏത് രോഗമാണെന്നൊക്കെ ഉള്ളത് അറിയാലോ, അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണം തന്നെയല്ലേ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് നേഴ്സ് അവരെ എല്ലാ വാർഡുകളിലും ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത്. വാർഡുകളിൽ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നേഴ്സ് ഒന്ന് സൂപ്പർവൈസ് ചെയ്യുകയും അതിനെ ഒരു ഓവർസീസ് മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. ചെക്ക് ചെയ്യുകയും അതിനെ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യും. നേഴ്സ് ഷുഡ് ചെക്ക് ആൻഡ് സൂപ്പർവൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്. വാർഡുകളിലെ ഭക്ഷണ വിതരണ ക്രമം ആ നേഴ്സ് ചെക്ക് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ആപ്ലിക്കബിൾ ഇൻ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലുള്ള പോളിസികൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഒന്ന് നോക്കിയ പോയിന്റ്സുകൾ 9 പോയിന്റ് ഉണ്ട് കേട്ടോ. 9 പോയിന്റ്സ് ഒന്ന് വായിച്ചു കേട്ടോ. ഇന്നിപ്പോ ക്ലാസ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. അപ്പത്തേക്ക് നാളെ ഉണ്ടല്ലോ ക്ലാസ്. നിങ്ങൾക്ക് നാളെ അല്ലേ? അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ചു വെച്ചോട്ടോ. അപ്പൊ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം നമുക്ക്. പിന്നെ തന്നെ ഈ ചാപ്റ്റർ ഒന്ന് വായിച്ച് വെക്കുക. അപ്പൊ നാളെ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കുറച്ച് തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എളുപ്പമായിരിക്കും. ഇതാരും ഒന്നും അതിനൊരു മറുപടി പറയാത്തെ? എന്നെ വായിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾ അന്നു പഠിപ്പിക്കുന്നത് മാക്സിമം നിങ്ങൾ അന്ന് തന്നെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. അത് എക്സാം വരുമ്പോ എല്ലാം കൂടി ഒരുപാട് ഓരോരുത്തർക്കടെയും തന്നെയുണ്ട് 10-13 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. എന്റെ തന്നെ ഒരു 13 ചാപ്റ്റർ ഒക്കെ ഉണ്ട്. നമ്മളെ മൊഡ്യൂള് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുണ്ട്. ഓരോ ടീച്ചേഴ്സിന്റെ ആകുമ്പോഴത്തേക്കും കുറെ ചാപ്റ്റേഴ്സ് 4 ടീച്ചേഴ്സിന്റെ ഫസ്റ്റ് ടീച്ചർ ഉണ്ട്, ഹിസ്റ്ററി ടീച്ചർ ഉണ്ട് അല്ലെ. എന്നാലും ഉണ്ടാവും ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഒരുമിച്ച് എക്സാമിന് പഠിക്കുമ്പോ പാടല്ലേ. അതുകൊണ്ട് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും ഇപ്പൊ തന്നെ നിങ്ങൾ അത് ഏകദേശം ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ തന്നെ ഒന്ന് വായിച്ചു വെക്കുക. നാളെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കിയേ. പോളിസീസ് ആൻഡ് പ്രൊസീജിയർ.
വായിച്ചു കഴിഞ്ഞോ? അശ്വിനി ഒന്ന് ആദ്യത്തെ 3 പോയിന്റ് വേഗം വായിച്ചേ. Dietitian is liable for the quantity and the quality of the food items. Powers of emergency purchases should be given to the officer in charge. A team consisting of 3 to 4 members should be inspected the food items received. ഓക്കെ, നെക്സ്റ്റ് പ്രതീക്ഷ ഒന്ന് വായിച്ച അടുത്ത 3 പോയിന്റ്. Everything should be correctly maintained and cleaned. Proper sanitation and cleanliness that include rodent control measures should be noticed. Supervisory staff should be ready in the patient's kitchen throughout all the working hours, and the work schedule should be arranged properly. Okay, next Avarna. The ward should be visited by dietitian every day. Service timings should be determined. Nurses should examine and oversee the distribution of meals in the ward. Nurses should check and supervise the distribution of meals in the ward. വാർഡിലുള്ള ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ മീൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നഴ്സുകളൊന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതിനൊന്ന് സൂപ്പർവൈസ് ചെയ്യുക. എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് സൂപ്പർവൈസ് ചെയ്യുക. ഇത്രയാണ് അതിനകത്ത് വന്നത്. ഇനിയിപ്പോ ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള സമയം ഉണ്ടോ? 2 ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, ഡയറ്ററി സർവീസ് ഹെഡിങ് എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. Dietary service means MEANS. Dietary service means providing. Dietary service means providing dash. നമ്മളൊരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ടല്ലോ. ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ് Food and drink to the patient. Food and drink to the patient. Dietary service means providing food and drink to the patient. Next question. Second question. A nutritious diet, NUTRITIOUS, nutritious diet is one that promotes, PROMOTES, promotes or maintains dash. A nutritious diet is one that promotes or maintains dash. Second paragraph, printed note, second paragraph. Promote Good health. Huh? Good health. Okay, very good. Good health. Nutritious diet is one that promote or maintain good health. Okay. So class ചെയ്യാൻ ടൈം ആയി. ടീച്ചർ വെയിറ്റിംഗിലാണ് ഇവിടെ. അപ്പൊ നെക്സ്റ്റ് നാളത്തേക്ക് ഈ ചാപ്റ്റർ നിങ്ങൾ വായിച്ചിട്ട് വരിക. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Okay. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you.